ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മൾ ഒരു സോഫ്റ്റ് വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. ഞാനിതിൽ നാളികേരമൊക്കെ ചേർത്തിട്ടാണ് മാവ് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കള്ളൊന്നും കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ ഈസ്റ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല രുചിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെള്ളയപ്പം കിട്ടും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരിയും 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടിയിട്ട് ഒന്ന് കഴുകി കുതിർക്കാൻ വെക്കാം. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം, എന്നിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് 2 ടീസ്പൂൺ ആണ് ഉഴുന്നുപരിപ്പ് ചേർക്കുന്നത്. ഇത് ആദ്യത്തെ റൗണ്ട് ഒന്ന് നമുക്ക് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകി എടുക്കാം, എന്നിട്ട് കുതിർത്ത് വെക്കാം. ഈ പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഇപ്പം ഏകദേശം 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പച്ചരി കുതിർത്ത് വെച്ചാൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശായിട്ട് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുക്കുമ്പോൾ പച്ചരിയുടെ കൂടെ 1 കപ്പ് നാളികേരം ചിരകിയതും അതുപോലെ ഒരു 1/2 കപ്പ് വേവിച്ച് ചോറും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരവിയത്, പിന്നെ ഇത് ഒരു 1/2 കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട്. ചോറ് ചേർക്കുമ്പോൾ നമ്മളുടെ വെള്ളയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. മാവ് നന്നായി പൊന്തി വരണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റ്. പച്ചരി മുഴുവൻ ചേർത്തിട്ട് നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 2 ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് അരയ്ക്കുമ്പോൾ ഈ നാളികേരവും ചോറൊക്കെ ഇട്ട് ഒരുമിച്ച് അരച്ചെടുക്കാം. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ബാക്കിയുള്ള പച്ചരിയും കൂടി അരച്ചെടുക്കാം. ആദ്യം അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് പാകം നോക്കിയിട്ട് നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഈ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുറച്ചുകൂടി ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചരിയും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോ മാവ് ഇത്തിരി കട്ടിയിലാണ് കേട്ടോ. അത് നമുക്ക് ഇനി മറ്റേ ബാക്കി പച്ചരിയും കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കി പച്ചരിയും കൂടി ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ബാക്കി പച്ചരിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഈസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണേ. കള്ള് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അതാവും കൂടുതൽ ടേസ്റ്റ്. പക്ഷെ നമുക്കിപ്പോൾ കള്ള് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഈസ്റ്റ് വെച്ച് ചെയ്യാം. കള്ള് വെച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് കള്ള് അങ്ങനെ ചേർത്ത് ഇതിൻ്റെ കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഈ മാവിൻ്റെ ഒരു പരുവം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചെറിയ ചെറിയ നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് അരച്ചപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഞാനത് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന സമയത്ത് കാലത്താണല്ലോ ഉണ്ടാക്കുക. അപ്പം ഞാൻ ആ കാലത്ത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ. ഇപ്പം മാവ് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് മൂടി വയ്ക്കണം.
നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ നമുക്ക് തലേദിവസം രാത്രി തന്നെ ഇങ്ങനെ മാവ് അരച്ച് വെക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് മാവ് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ മാവ് അരച്ച് വെച്ചിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ പാത്രത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇത് അരച്ച് വെക്കണ സമയത്ത് വലിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായി മാവ് പൊന്തി വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇന്നലെ നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കാം. ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഇത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിലിങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ ബബിൾസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. തീ ആദ്യം നന്നായി കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ മാവ് കോരി വയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇതൊരു ഏകദേശം 2 മിനിറ്റ് മതി. അതിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് മൂടാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.